ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യണ്ട, അതായത് മിലിറ്ററി എയർക്രാഫ്റ്റ്. എപ്പോഴാണ് അതിൻ്റെ റഡാർ ഓപ്പൺ ചെയ്യുന്നത് ആ സ്പോട്ടിൽ അതിനെ അടിച്ച് ദൂരകളെ. മറ്റൊരു പാകിസ്ഥാൻ റിട്ടയർഡ് ലെഫ്റ്റനന്റ് ജനറൽ പറയുന്നൊരു സംഭവമാണ്, ഇനിയും പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടെല്ലാം ചൈന ഇതേപോലെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ ഒരു 4 മണിക്കൂർ കൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ തീർത്ത് കളയും. അവരുടെ ക്ലെയിമാണ്, അതായത് പാകിസ്ഥാൻ്റെ ക്ലെയിമാണ്. കാരണം പാകിസ്ഥാനുമായിട്ട് അത്ര ബന്ധമാണ് ചൈനയ്ക്ക്. കാരണം പാകിസ്ഥാൻ മാത്രമാണ് ഇത്രമാത്രം ചൈനീസ് വെപ്പൺസ് മേടിക്കുന്നത്. അവരുടെ 5th ജനറേഷൻ 6th ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ട് ചൈനയുടെ കയ്യിൽ. ഈ സാധനം എല്ലാം അവർ പാകിസ്ഥാന് കൊടുക്കും. എല്ലാ ലേറ്റസ്റ്റ് വെപ്പൺസും കൊടുക്കും, അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും കൊടുക്കും. അതേപോലെ ഇവരെ നേവൽ നിങ്ങൾ കണ്ടല്ലോ സംഭവം. ഇതിനകത്തൊന്നും മനുഷ്യരില്ല, ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അന്തർവാഹിനികളാണ്. അതിനിടയ്ക്ക് ഒരു INS വിക്രാന്ത് കൊണ്ട് അങ്ങോട്ട് എന്തോ ഉണ്ടാക്കിന് പോകാനാ. ഇതൊക്കെ പൊട്ടത്തരമായി പായുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പല ആവർത്തി പറഞ്ഞ വാർ നമുക്ക് യോജ്യമാണ്. നമ്മൾ വാറുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ചൈന നമ്മളെക്കാളും 5-6 സൈസ് വലിയ എക്കോണമിയാണ്. സാമ്പത്തികമായിട്ടും മിലിറ്ററി ആയിട്ടും നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് ചൈന. ചൈന നമ്മളെക്കാൾ 25-35 വർഷം മുമ്പിലാണ്. അട്ടിച്ച് കൈ തരും. ഡൽഹിയിലെ റൈസീന ഹിൽസിലും മോദിയൊക്കെ അവിടെ കൊണ്ടുവന്ന് ബോംബന്മാരിടും. അതും ഇന്ത്യയുടെ ബോർഡർ അവർക്ക് ക്രോസ് ചെയ്യണ്ട. പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് അവർക്ക് ഫയർ ചെയ്താൽ മതി.